ഹലോ ഗൈസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അൻസാർ സ്കൂളിൻ്റെ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിന് വന്നിരിക്കുക കേട്ടോ. ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് UAE ഇത് നടക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബാച്ചുണ്ട് കേട്ടോ. അൻസാറിൽ അൻസാർ സ്കൂൾ തുടങ്ങുന്നത് മുതൽ ഇപ്പോൾ ഉള്ള വരെയുള്ള ടീമുകളുണ്ട് എന്നാണ് ശരിക്കും പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ടീം വരെ ഇതിലുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം ഇത് കൂടെ വന്ന ഒരു ഭാഗത്ത് രാവിലെ പകലില്ല പോലെ പണിയെടുത്തങ്ങളാണ് ആക്കുന്നത്. നീ എന്നിട്ട് രാവിലെ ഒന്ന് ബ്ലോഗ് ചെയ്ത് ഒരു സെക്ഷൻ നമുക്കാണ് കിട്ടിയിരുന്നത്. ഹിബ പറഞ്ഞത് കേട്ടില്ലേ, പാവം ചെക്കന്മാരെ കയ്യിലിരുന്ന എല്ലാ പണി. അവർ കുറേ ദിവസമായി ഇതിൻ്റെ പിന്നിലാണ്. നമുക്കവിടെ ചെന്നിരിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സെക്ഷൻ 3യുടെ ലാസ്റ്റ് മുറിക്കാനുള്ള കേക്കാണത്. എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഞാൻ അപ്പോഴത്തേനും വന്നു. ഇതാണ് കേട്ടോ നമ്മുടെ സംഘാടകർ. അപ്പോൾ ടൂർണമെൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അടിപൊളി വാശിയേറിയ മത്സരം എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു കേട്ടോ. നല്ല കളിയായിരുന്നു. ഗേൾസും ഉണ്ടായിരുന്നു, ബോയ്സും ഉണ്ടായിരുന്നു. ബോയ്സിൻ്റെ സെക്ഷനിൽ ബോയ്സ് ഒരു ക്വാർട്ടർ കളിക്കണമെങ്കിൽ അപ്പുറത്ത് ഗേൾസ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഡ്രോയിങ് കോമ്പറ്റീഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആ സ്റ്റേജും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ട് വെറുതെ കളിക്കണവരും ഒരു കോർട്ട് വെറുതെ നിന്ന് കളിക്കാനും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും മത്സരമാണ് നടക്കുന്നത്. എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് കളിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സൂപ്പറായിരുന്നു. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ. മോൾക്ക് മലയാള റെസിറ്റേഷൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന കാരണം എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ സെമി ഫൈനൽ വരെ കയറി കേട്ടോ. സെമി ഫൈനലിൽ മുതൽ വേറെ ആൾക്ക് കൊടുക്കുക. ആ കറുപ്പ് ഡ്രസ്സ് ഇട്ട ടീമില്ലേ, കറുപ്പല്ല ആഷ് കളർ ഡ്രസ്സ്, അവരാണ് ട്രോഫി കൊണ്ടുപോയി കേട്ടോ. അവർ ഭയങ്കര കളി, നന്നായി കളിക്കുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ സെമി ഫൈനലിൽ കയറിയപ്പോൾ പിന്നെ ടൈം കുറേ ആയി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന വേറെ കുട്ടിക്ക് കൊടുത്തിട്ട്, ഷെസ്ന എന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോയി. അതുകൊണ്ട് സമ്മാനദാനം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. കുറേ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടിയിൽ എന്തായാലും, അടുത്ത സ്പോർട്സ് മീറ്റിൽ ആണെങ്കിലും അടുത്തെന്ത് പരിപാടി നടക്കണമെങ്കിലും അതിൽ ഫുള്ളായിട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അള്ളാഹു സാധിപ്പിച്ചേട്ടെ. ഇനിയുള്ള കാലങ്ങളിലൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഇങ്ങനെ ഫ്രണ്ട്സുകൾ ഒരുമിച്ച് കൂടുക, നമ്മളെ കൂടെ പഠിച്ചവർ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് ഒരു നല്ലൊരു വൈബാണ്, നല്ലൊരു സന്തോഷമാണ്. കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടാവും. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത ഈവൻറ്റ് അതിപ്പോൾ സ്പോർട്സ് ആയാലും ഗെറ്റ് ടുഗദർ ആയാലും എന്തെന്നെ ആയാലും എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ഇനിയും അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള ഒരു സന്തോഷം ഒരിക്കലും വേറൊരു കാര്യത്തിനും കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.